നമസ്കാരം. ഡോക്ടർ അനീസ് ആലീസ് മൈൻഡ് വെൽനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ, എനിക്കൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ പുറകെ ഒരാൾ വേണം, എല്ലാത്തിനും നമുക്ക് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാളും. ഇപ്പം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനെ നമ്മൾ എന്താണ് പറയുന്നത് ആ ഒരു അസുഖത്തിന്? പിന്നെ അങ്ങനെ എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും? ഓക്കെ, ഇതിനാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബൈപോളാർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു ഡിപ്പെൻഡൻസിയാണ്. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒരാളെ സഹായം കിട്ടിയേ പറ്റൂ. അതായത് അങ്ങനെ ശീലിച്ചു പോയതാവാം ഒരു പക്ഷേ. കാരണം നമ്മൾ തുടക്കത്തിലേ അതിനെ ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങൾ കുറേ സമയം നിങ്ങളങ്ങനെ ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അയാളുടെ സഹായത്തോടു കൂടി കാര്യങ്ങളൊക്കെ നടത്തി പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പിന്നെ ഒരു കാര്യം അറിയുന്ന കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയില്ല. ഒരു വിമുഖത എപ്പോഴും വരും. അപ്പോൾ മറ്റൊരാളുടെ സഹായം ഉണ്ടായേ പറ്റൂ. അത് ഇല്ലാതിരിക്കാൻ നമ്മൾ നോക്കണം. എപ്പോഴിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു MBA കഴിഞ്ഞിട്ടുള്ള ആളാണ്, നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു ഓഫീസിലോ ഹോസ്പിറ്റലോ എവിടെ വെച്ച് വർക്ക് ചെയ്യുകയാണ്, നിങ്ങളെ കൊളീഗ്സ് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ മറ്റൊരാൾ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ട് ആളുണ്ടെങ്കിൽ അയാൾ എല്ലാത്തിനും ആൻസർ പറയുമ്പോൾ അയാളെ കൂടെ നിങ്ങൾ നിന്ന് കൊടുക്കുന്നൊരു പ്രവണത നമ്മൾ കാണാറുണ്ട്. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ കടന്നു പോകും. ചിലപ്പോൾ അയാൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് മുന്നോട്ട് പോകും. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളൊരു കാര്യം ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ ശരിക്ക് അവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. സത്യത്തിൽ നോളജ് ഉണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ചിലപ്പോൾ നിങ്ങൾ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വരെ ചിലപ്പോൾ നിങ്ങളായിരിക്കും. പക്ഷേ ആ ഒരു വിമുഖത കാരണം, നിങ്ങളാളെ ഫേസ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ ഫോബിയ, സോഷ്യൽ ആൻസൈറ്റി ഒക്കെ കാരണം ഒരു പക്ഷേ നിങ്ങൾ പിന്നോട്ട് വലിയും, മറ്റൊരാളത് ഷൈൻ ചെയ്യും. നിങ്ങൾക്കായിരിക്കില്ല പേര് കിട്ടുന്നതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരിക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട്. അങ്ങനെ ആയി വളർന്നു വരുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയായി മാറും. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി വൈകല്യമായിട്ട് മാറും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോപ്പി അടിച്ച് പാസ്സായി കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട് വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ കിട്ടിയെങ്കിലും നമുക്കൊരിക്കലും ആ പ്രൊഫഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊരു എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കോളേജ് ഡേയ്സിലൊക്കെ കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ കാണാപ്പാഠം പഠിച്ചിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതിനെ റിക്കവർ ചെയ്ത് നിങ്ങൾ ബെറ്റർമെൻറ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലേറ്റർ നിങ്ങളൊരു ജോബൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേസമയം നമുക്കൊരു ബൈപ്പാസ് ചെയ്തിട്ട് ഒരു ഭാഗ്യക്കുറി കിട്ടിയിട്ട് നിങ്ങളൊരു മുതലാളിയായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു എൻജോയ്മെൻറ്റ് കിട്ടിയാലും നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല. നിങ്ങളൊരു വീടൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ലോണൊക്കെ എടുത്ത് നിങ്ങളത് ജോലി ചെയ്ത് അതിൻ്റെ ലോണൊക്കെ തീർത്തിട്ട് നിങ്ങൾ കിട്ടുമ്പോൾ ഒരു കൊച്ചു വീടാണെങ്കിലും നിങ്ങളതിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, സംതൃപ്തിയുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴൊക്കെ പറയും, ഇതൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ വാങ്ങിയിട്ട് കണ്ടിട്ട് വരുത്തിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇത് ഞാൻ ആർക്കിടെക്റ്റിനോട് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിച്ചതാണ്. എനിക്ക് കാണുമ്പോൾ വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല. പക്ഷേ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യത്തിനും നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്കൊരു ബേസിക് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ, ബേസിക് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു MBBS ആണെങ്കിലും MD ആണെങ്കിലൊക്കെ നമ്മൾ ആ ബേസിക് നമുക്കൊരു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ തന്നെ വായിച്ചെടുത്തിട്ടും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ പേഷ്യൻസും എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആളുകളെയും അനുഭവം വെച്ചിട്ട് ഞാൻ എൻ്റെതായൊരു ശൈലി ഡെവലപ്പ് ചെയ്തിട്ട് ആ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട്, അതിന് ഫ്ലക്ച്വേഷൻസ് വരാൻ പാടില്ല. കാരണം ആ കണ്ടൻറ്റ് സെയിം ആയിരിക്കണമല്ലോ. അത് വെച്ചുകൊണ്ട് പറയുന്ന അപ്രോച്ച് രീതികളൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓരോ ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ അവരുടെ അപ്രോച്ചുകൾ വ്യത്യാസമുണ്ട്. ഓരോ കാര്യങ്ങൾ ബേസിക് മെഡിസിൻസ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ടാവും. ഞാൻ എഴുതി കൊടുത്ത അതേ മരുന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ വേറെ ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ പ്രസൻറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തതും ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. കാരണം അയാൾ പറഞ്ഞത് കുറച്ചുകൂടി എനിക്ക് വ്യക്തതയോട് മനസ്സിലായി, അയാൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞ വെറും മരുന്ന് എഴുതി. അയാൾ ചിലപ്പോൾ വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള മെഡിസിനൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ആ പേഷ്യൻ്റ് അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരും. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡൻസ് ഒരിക്കലും ഒരു കാര്യത്തിലും ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ചെയ്യാൻ സാധിക്കാതെ വരികയും അതിൻ്റെ ബുദ്ധിമുട്ടായി വരും. അത് കുറേ കാലം തുടരുമ്പോൾ അതൊരു പേഴ്സണാലിറ്റീൻ്റെ വ്യക്തി വൈകല്യം തന്നെയായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബൈപോളാർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ മൂഡിനെയൊക്കെ നമ്മൾ ഓരോ കാര്യത്തിനെയും നമുക്ക് ഒരാളില്ലാതെ അല്ലെങ്കിൽ ഒരാൾ യെസ് മൂളാതെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും കൊച്ചിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ച് അപ്പോൾ ആദ്യം അമ്മേൻ്റെ മുഖത്തേക്ക് നോക്കും, അല്ലെങ്കിൽ ഡാഡീൻ്റെ മുഖത്തേക്ക് നോക്കും. മിക്കവാറും കുട്ടികൾ പറയില്ല അമ്മേൻ്റെ മുഖത്തേക്കാണ് പറയാറ്.
അമ്മ ഒന്ന് മുഖം കാണിച്ചെങ്കിൽ പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞാലേ യെസ് മൂടുള്ളൂ. പക്ഷെ ആ കൊച്ചിനെ അറിയട്ടല്ല, പക്ഷേ ഇനി അത് തെറ്റുമോ എന്നുള്ള ഒരു സംശയമാണ്. അത് അമ്മേൻ്റെ അടുത്ത് നിന്നുള്ള ഒരു കൺഫർമേഷനെ കൂടി കിട്ടിയാൽ പറഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ അതിപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റുമോ? അമ്മേനെ റൂമിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് കാത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതില്ലാതെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം. ഒരിക്കലും എന്ത് പ്രൊഫഷനാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നമുക്കറിയുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാനും പറയാനും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ശ്രമിക്കണം. കുറേ തെറ്റുകൾ പറ്റിയെന്ന് വരാം, ഡെഫിനറ്റ്ലി തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തലാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഞാനിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊരു താല്പര്യമാണ്, നിങ്ങളൊരു താല്പര്യമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഡെഫിനറ്റ്ലി യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏതൊരാൾക്കാരും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ക്യാമറനെ ഫേസ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ കുറേ തെറ്റുകളുണ്ടാവും, തിരുത്തും, കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതിനുള്ള പോസിറ്റീവ് മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. നമ്മളതിൽ ഷൈ ആക്കി കരുതേണ്ട ആവശ്യമോ കുറവോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആളുകളിലേക്ക് നല്ലൊരു അറിവ്, എന്തെങ്കിലും ഒരു അവെയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഇൻറ്റൻഷൻ പ്യുവർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരിക്കലും ഡിപ്പെൻഡൻ്റ് ആവരുത്, ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ പഠിക്കണം. അത് ഏത് ചെറുതാണെങ്കിലും ചെറിയ ജോലിയാണെങ്കിലും അതിൽ അഭിമാനം കൊള്ളണം. നിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് തുറന്ന് പറയാൻ കഴിയണം. പല ആളുകളുണ്ട്, ആളുകളുടെ മുമ്പിൽ പോസ്റ്റ് എന്താണ്, നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അറ്റൻഡർ ആയിരിക്കും, ഒരു പ്യൂണായിരിക്കും, അത് നിങ്ങൾക്ക് പറയാൻ ചമ്മലാണ്. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണെന്നേ പറയുള്ളൂ. അപ്പോൾ അതല്ല, നമ്മൾ ഐഡൻറ്റിറ്റി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ നമ്മൾ പറയുന്നതിന് മടിയൊന്നും കൂടണ്ട. എന്തിലും ഒരു അഭിമാനം കണ്ടെത്തണം. എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ടെങ്കിലേ ഈ ലോകമുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ളൊരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആളുകളില്ലായിരുന്നാലും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നും നടക്കില്ല. അപ്പോൾ അതിലെല്ലാത്തിലും അഭിമാനം കണ്ടെത്തുക. അതിലൊരു ദുരഭിമാനമൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകവും നമുക്ക് കിട്ടുന്ന ജോലി എന്താണെങ്കിലും അതിലൊക്കെ സംതൃപ്തി കണ്ടെത്തി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ സിൻസിയർ ആണെങ്കിൽ നമുക്ക് ലീഡ് ചെയ്യാനും കുറേ ഹയർ എൻഡിലേക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഇതിന് സർ മെഡിക്കേഷൻ വേണ്ടെന്നാണോ പറയണത്? കൗൺസിലിംഗ് മതിയോ? ഡിപ്പെൻസ്. അത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനൊക്കെ നമുക്ക് കുറേ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുറേ കൗൺസിലിംഗ് ആണ് നമ്മൾ കാര്യമായിട്ട് നോക്കുക. പക്ഷേ കുറേ ബിഹേവിയർ ചേഞ്ചസ് വരികയും അത് അഗ്രസീവ് ആവുകയും അത് ഭയങ്കര ബുദ്ധിമുട്ട്, മറ്റുള്ളവർക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുക, എല്ലാവരുമായിട്ടും കച്ചറുണ്ടാക്കലും അടിപിടി കച്ചറിയും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഇനീഷ്യൽ സ്റ്റേജ് മാറി അടുത്ത സ്റ്റേജിലേക്ക് എത്തിയോണ്ടാണ് അങ്ങനെ എത്തുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ ചിലപ്പോൾ ഇനീഷ്യലി ചില മെഡിക്കേഷൻസൊക്കെ ചിലപ്പോൾ നമ്മൾ കൊടുക്കും. അത് അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരെ ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്താണ് ഇതിൻ്റെ മെഡിസിൻ്റെ റോള് എന്നുള്ളതും അതിൻ്റെ ലിമിറ്റേഷൻസും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം ചിലവർക്ക് ചില മെഡിക്കേഷൻസ് കൊടുക്കും. വൺസ് ഇറ്റ് ഈസ് അതൊരു നല്ലൊരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ബെറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിസിൻസ് ടാപ്പർ ചെയ്തിട്ട് ചുരുക്കിയിട്ട് നിർത്താൻ ശ്രമിക്കും. എന്നിട്ട് അവളെ നോർമൽ ലൈഫിലേക്ക് ആക്കിക്കൊണ്ടുവരാൻ നോക്കും. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇൻവോൾവ് ആക്കും. അപ്പോൾ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ഹസ്ബൻഡിനെ ആരാച്ചും വിളിച്ചിട്ട് അവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ സപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഒരു നല്ല ഇതിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ആക്കിക്കൊണ്ടിലാണ് സാധിക്കേണ്ടത്. അപ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് ആവശ്യമാണ്. അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സക്സസ് റേറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മാത്രമാവില്ലല്ലോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന അവിടുത്തെ കുടുംബ പശ്ചാത്തലത്തിലുള്ള ആളുകൾ കൂടി സപ്പോർട്ട്, അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, കുട്ടികൾ, ഇവരൊക്കെ എല്ലാവരും കൂടി ഉള്ള ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ കൂടി സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് റിക്കവറി സ്റ്റേജ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, കുറച്ചുകൂടി സ്പീഡി ആയിരിക്കും. ഇപ്പോൾ സാർ പറഞ്ഞത് ഡിപ്പെൻഡൻറ്റ് ബൈപോളർ പേഴ്സണാലിറ്റി. അപ്പം ബൈപോളർ പേഴ്സണാലിറ്റി ഡിസോർഡറും ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബൈപോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ 2 പോളിൽ നിൽക്കുന്നതാണ്. അതിൽ ചിലപ്പോൾ ചില കേസുകൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞത് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിപ്രസ്ഡ് എന്ന് പറയുമ്പോൾ ചെറിയ തോതിലൊരു മൂഡ് ഔട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും സാധാരണ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്ത് നിങ്ങളെ ഫേഷ്യൽ ഒരു വ്യൂ ഒക്കെ എൻ്റെ മൈൻഡിലുണ്ട്. അന്ന് പറ്റ ഡൗൺ ആയിട്ട് നിങ്ങളുടെ മുഖമൊക്കെ ആകെ ഒരു വികൃതമായ രൂപത്തിലും അല്ലെങ്കിൽ ഒരു സങ്കടവും എല്ലാം കൂടി വിഷമമൊക്കെ വരുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബോഡിയിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഭക്ഷണം കഴിക്കൽ കുറയും,
എല്ലാം കുറയും, അപ്പോൾ നിങ്ങളെ മുഖത്തുനിന്ന് ഒരു ഉന്മേഷം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ കാണുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യണത് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്തോ സംതിങ് റോങ്, ഇയാൾ ഇങ്ങനെ ഒന്നല്ല എന്നുള്ളത്. വളരെ അപ്പോൾ ഈ ഡിസ്തൈമിയ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഈ അതായത് ഡിപ്രഷൻ്റെ ഒരു ചെറിയ ഫോമിലുള്ള മൈൽഡ് ഫോം ഓഫ് ഡിപ്രഷൻ ഫോർ എ പ്രൊലോങ് പീരീഡ് മോർ ദാൻ 2 years, അങ്ങനെയാണ് നമ്മൾ ഡിസ്തൈമിയ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ നമ്മൾ വളരെ അടുത്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, എസ്പെഷ്യലി ഈ വിഡോസിനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവർക്ക് നമ്മൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനൊന്നും എപ്പോഴെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതേസമയം അത് മേനിയ എന്ന് പറഞ്ഞ കേസും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് മേനിയ. അതായത് ഭയങ്കര ആവേശം കൂടുന്നതും ഭയങ്കര സന്തോഷം കൂടുന്നതും ഹാപ്പി മൂഡും ഉറക്കം ഉണ്ടാവില്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, ഒരു ഓവർ എനർജറ്റിക് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്യും. അപ്പോൾ എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരു നേച്ചറല്ല. പൊതുവേ ഇയാൾ കൂളായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഈ സമീപത്തിലായിട്ട് ഇയാൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അവിടെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യുക. അയാൾ പ്രിമോബഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ജസ്റ്റ് ബിഫോർ ദ ഇൽനെസ് എങ്ങനെയാണോ നിങ്ങൾ നേച്ചർ. ഇപ്പം നിങ്ങളെ ഒരു മാനിക് കേസാണെന്ന് ഞാൻ പറയണമെങ്കിൽ ഒറ്റയടിക്ക് എനിക്കങ്ങ് പറയാൻ പറ്റത്തില്ല. നിൻ്റെ പാരൻസിനോട് ചോദിച്ചപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെയാണ്, സാധാരണ ഇയാൾ ഈ ലെവലിലേക്ക് പോകാറുള്ളൂ, ഇതിനപ്പുറമൊന്നും പോകാറില്ല. ഇപ്പോൾ കുറച്ച് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ചാടിക്കളിയാണ്, എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, പൈസ കൊടുക്കുന്നു, കൈകാൻ കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് സംതിങ് റോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അല്ലാതെ നിങ്ങൾ ബൈ ബർത്തിൽ അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാര്യമാണെങ്കിൽ അതൊരു അസുഖമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ആ മൂഡ്, 2 മൂഡും വരുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബൈപ്പോളാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ബൈപ്പോളാർ ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇയാൾക്ക് 2 സ്റ്റേജും വന്നിട്ടുണ്ട്. ഇയാൾ ചിലപ്പോൾ ഇപ്പോൾ ഹാപ്പി മൂഡിലായിരിക്കും, ചിലപ്പോൾ ഇതിന് മുമ്പ് ഇയാൾക്ക് ഡൗൺ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഹാപ്പി മൂവ്മെൻറ്റ് മാത്രം ഹൈപ്പർ എനർജറ്റിക് ആയിട്ടുള്ള മാനിക് സ്റ്റേജ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിലും ബൈപ്പോളാർ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറിനെയാണ് പറയുന്നത്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പേഴ്സണാലിറ്റീൻ്റെ ഭാഗം കൂടി ആയിട്ട് എല്ലാ ബൈപ്പോളാർ കേസിനും ഡിപ്പെൻഡൻസി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചില കേസുകൾക്ക് അവരുടെ പേഴ്സണാലിറ്റീസിൻ്റെ ഭാഗം കൂടി ആയിട്ട് അവർക്ക് ബൈപ്പോളാർ കൂടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് ബൈപ്പോളാർ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറാം. എല്ലാ ബൈപ്പോളാറിനും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ഓരോ കേസിനും വ്യത്യസ്തമായിരിക്കും. അത് നോക്കിയിട്ടായിരിക്കും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ചേഞ്ചസ് വരുമ്പോൾ അതിന് നമ്മൾ കുറേയൊക്കെ ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാനും കൗൺസിലിങ്ങിലൂടെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. മറ്റേ ബൈപ്പോളാർ മാത്രമാണെങ്കിൽ നമുക്ക് മെഡിസിനിലൂടെ തന്നെ നമുക്കത് മോണിറ്റർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ശരിയാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു സർ. ഡിപ്പെൻഡൻറ്റ് ബൈപ്പോളാർ പേഴ്സണാലിറ്റിനെ കുറിച്ച് സർ സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾ ധാരാളം കമൻറ്റ്സ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.